ഒരുപാട് വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് NMC ഗൈഡ് ലൈൻസ്. അപ്പോൾ സ്റ്റിൽ സ്റ്റുഡൻസും പാരൻസും കൺഫ്യൂസിങ് ആണ്. ജോർജിയയിൽ 9 വർഷമാണോ അല്ലെന്നുണ്ടെങ്കിൽ 6 വർഷം പഠിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ പറ്റുമോ? അപ്പോൾ അതിലൊരു ക്ലാരിറ്റി ശരിക്കും പറഞ്ഞെങ്കിൽ ഇപ്പോഴും സ്റ്റുഡൻസിന് കിട്ടാത്ത പോലെ ചില സമയങ്ങളിൽ നമുക്ക് തോന്നാറുണ്ട്. എല്ലാവരും പറയണം എന്താ വെച്ചാൽ ജോർജിയയിൽ രജിസ്ട്രേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ UG കഴിഞ്ഞതിന് ശേഷം ജോർജിയയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും NMC ഗൈഡ് ലൈൻസ് ജോർജിയ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് NMC ഗൈഡ് ലൈൻസിൻ്റെത്. അപ്പോൾ സ്റ്റിൽ സ്റ്റുഡൻസും പാരൻസും കൺഫ്യൂസിങ് ആണ്. ജോർജിയയിൽ 9 വർഷമാണോ അല്ലെന്നുണ്ടെങ്കിൽ 6 വർഷം പഠിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ പറ്റുമോ? അപ്പോൾ അതിലൊരു ക്ലാരിറ്റി ശരിക്കും പറഞ്ഞെങ്കിൽ ഇപ്പോഴും സ്റ്റുഡൻസിന് കിട്ടാത്ത പോലെ ചില സമയങ്ങളിൽ നമുക്ക് തോന്നാറുണ്ട്. പല മിത്തുകളും പലരും പല രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലേ. ജോർജിയൻ്റെ ഒരുപാട് നമ്മൾ 6 വർഷമാണോ 9 വർഷമാണോ എന്നുള്ളതൊക്കെ ഒരുപാട് പ്രാവശ്യം വീഡിയോസ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 6 വർഷം 9 വർഷം വരുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് 2021 നവംബർ 18 വന്നേക്കുന്ന NMCയുടെ FMGL റെഗുലേഷൻ എന്നുള്ള ഒരു റെഗുലേഷനാണ്. അപ്പോൾ ഇതിൽ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് 4 പോയിന്റുകൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന് 54 മന്ത്സ് കോഴ്സ് ആയിരിക്കുക, 12 മന്ത്സ് ഇന്റേൺഷിപ്പ് ആയിരിക്കുക, പഠിച്ച രാജ്യത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ഓർ ലൈസൻസ് കിട്ടുക അവിടെയുള്ള സിറ്റിസൻസിനെ പോലെ. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കുക. പിന്നെ നമ്മൾ നീറ്റ് ക്ലിയർ ചെയ്തിട്ട് പോകണം, WHO ലിസ്റ്റിലുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള റൂളുകളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു രാജ്യത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ഓർ ലൈസൻസ് കിട്ടണം എന്നുള്ള പോയിന്റിലാണ് ജോർജിയയിൽ എന്ത് ചെയ്യുന്നത്, ജോർജിയയിൽ 6 വർഷമാണോ 9 വർഷമാണോ എന്നുള്ള ഡിസ്കഷൻ വരുന്നത്. കാരണം എല്ലാവരും പറയണം എന്താ വെച്ചാൽ ജോർജിയയിൽ രജിസ്ട്രേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ UG കഴിഞ്ഞതിന് ശേഷം PGയും കൂടെ കഴിഞ്ഞാലേ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും. അതായത് 6 വർഷത്തെ UG അത് കഴിഞ്ഞിട്ട് 3 വർഷത്തെ PG, അങ്ങനെ 9 വർഷം കഴിഞ്ഞാലേ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും എന്നുള്ളതാണ്. ശരിക്കും ഞാൻ ജോർജിയയിൽ പോയിട്ട് ഈ പ്രാവശ്യം നമ്മുടെ അവിടുന്ന് പാസ് ഔട്ട് ആയി കുട്ടിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. അതായത് ജോർജിയയിലെ രജിസ്ട്രേഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ട് ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജോർജിയയിൽ ശരിക്കും നമ്മൾ പഠിച്ചിറങ്ങുന്നതോടെ 6 ഇയേഴ്സ് കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതോടെ നമ്മൾ രജിസ്റ്റേർഡ് ഡോക്ടറായിട്ട്, അതായത് ജൂനിയർ ഡോക്ടറായിട്ടുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ കിട്ടും, രജിസ്ട്രേഷൻ നമ്പറോട് കൂടിയുള്ള സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ കിട്ടുന്നത്. ജൂനിയർ ഡോക്ടർ NMCയിൽ പറഞ്ഞ ആ ഒരു ലെവലല്ല എന്ന് പറയുന്നുണ്ട്. ജൂനിയർ, സീനിയർ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് ഇങ്ങനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല. NMCൻ്റെ റൂളിൽ എവിടെയും ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് ആണെന്നോ ജൂനിയർ ഡോക്ടർ എന്നോ സീനിയർ ഡോക്ടർ എന്നോ പറയുന്നില്ല. അവിടെയുള്ള ആ രാജ്യത്തുള്ള സിറ്റിസൻസിന് എന്താണോ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഈ റൂളുകളൊക്കെ വരുന്നത്. അതായത് NMC എന്തുകൊണ്ട് ഈ റൂൾ കൊണ്ടുവന്നു എന്നുള്ള ആദ്യം അതിൻ്റെ ഒരു ബേസ് കാരണം നോക്കണം. അതായത് ഒന്നാമത്തെ കാരണം, ഈ ഒരു റൂൾ കൊണ്ടുവരാൻ കാരണം പണ്ട് മുന്നേ 2019 ആ ഒരു സമയത്തൊക്കെ ഒരുപാട് രാജ്യങ്ങളിൽ പല കോളേജുകളും ഉണ്ടായിരുന്നു. അത് ഇന്ത്യക്കാരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇന്ത്യൻസ് തന്നെ തുറന്നു വെച്ചേക്കുന്ന കോളേജുകൾ. അവിടെ ഇന്ത്യക്കാരെ പഠിപ്പിക്കാൻ തിരിച്ചിങ്ങോട്ടേക്ക് വിടുക, ഇന്ത്യക്കാരെ പഠിപ്പിക്കുക ഒരു ഫാക്ടറി പോലെ, അതായത് ഡോക്ടേഴ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറി പോലെ ഉണ്ടാക്കിയിട്ട് തിരിച്ചയക്കുന്നത് പോലുള്ള യൂണിവേഴ്സിറ്റികൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് ഇതിനൊരു റെസ്ട്രിക്ഷനും വെക്കേണ്ട കാര്യമില്ല. കാരണം ആ രാജ്യത്തിന് ഒരു രീതിയിൽ എഫക്ട് ചെയ്യുന്നില്ല. അവർക്ക് പൈസ ഇട്ടുണ്ട്, എന്നാൽ അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് എല്ലാം ഒരു രീതിയിൽ എഫക്ട് ചെയ്യുന്നതല്ല. ഇവരുടെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യം ആ രാജ്യത്തിനില്ല. അപ്പോൾ ഈ സമയത്താണ് NMC ഇങ്ങനെ ഒരു റൂൾ കൊണ്ടിരുന്നത്. അതായത് ആ രാജ്യത്ത് ഏത് രാജ്യത്തു നിന്നും പഠിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ആ രാജ്യത്ത് വർക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയാൽ ആ രാജ്യത്തുള്ള ഡോക്ടേഴ്സിനെ പോലെ അവിടെ വർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അതിൻ്റെ ക്വാളിറ്റി റെഗുലേറ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ അവിടെ വർക്ക് ചെയ്യേണ്ട ഡോക്ടേഴ്സാണ്. അപ്പോൾ ഒരു ക്വാളിറ്റി റെഗുലേറ്റ് ചെയ്യും. ഈ ഒരു ചിന്താഗതി നിന്നാണ് ശരിക്കും ഈ റൂൾ തന്നെ വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജോർജിയയിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജോർജിയയിൽ വർക്ക് ചെയ്യാൻ പറ്റണം. ജോർജിയൻസിന് എങ്ങനെയാണോ വർക്ക് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ. ജോർജിയയെ സംബന്ധിച്ചിടത്തോളം ജോർജിയക്ക് ഇന്റർനാഷണലിനും അതുപോലെ തന്നെ നാഷണൽസിനും പ്രത്യേകിച്ച് റൂളൊന്നും, രണ്ടാൾക്കും ഒരേ റൂളാണ്. ജോർജിയയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു ജോർജിയൻ ഡോക്ടറും ഈ ജൂനിയർ ഡോക്ടർ രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ട്. ഇന്ത്യൻ ഡോക്ടർക്കും ജൂനിയർ ഡോക്ടർ രജിസ്ട്രേഷൻ എടുക്കാം, അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പോൾ ഈ ജൂനിയർ ഡോക്ടർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ജോർജിയയുടെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി തന്നെയാണ്. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും. ആ ഹോസ്പിറ്റലിൽ പോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയ കുട്ടികൾ ചോദിച്ച സമയത്ത് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ജോബ് അവിടെ നിങ്ങൾക്ക് കയറാം, ഇത്രയാണ് സാലറി എന്നുള്ള റെസ്ട്രിക്ഷൻ ആകെ പറയുന്നത് ഭാഷ അറിഞ്ഞിരിക്കണം, നന്നായിട്ട് ഭാഷ അറിഞ്ഞിരിക്കണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ശരിക്കും NMC ഗൈഡ് ലൈൻസ് ജോർജിയ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ NMC ഗൈഡ് ലൈൻസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ 54 മാസത്തെ കോഴ്സ് ആവണം എന്നുള്ളതാണ്. ജോർജിയയിൽ 54 മാസത്തെ കോഴ്സ് തന്നെയാണ്. 54 മാസം എന്ന് പറയുമ്പോൾ 4.5 വർഷമാണ്. 4.5 വർഷം 5 വർഷത്തെ കോഴ്സ് ജോർജിയയിലുണ്ട്. ഇനി രണ്ടാമത്തെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇയർ ഇന്റേൺഷിപ്പ്, അതായത് 12 മന്ത്സ് ഇന്റേൺഷിപ്പ് നമ്മൾ പഠിച്ച രാജ്യത്ത് പഠിച്ച യൂണിവേഴ്സിറ്റി അണ്ടറിൽ ചെയ്യണം എന്നുള്ളതാണ്. ജോർജിയയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും അണ്ടറിൽ തന്നെയാണ് ഇന്റേൺഷിപ്പ് വരുന്നത്. അതിന് ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു റൂള് ജോർജിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആവുക എന്നുള്ളതാണ്. ജോർജിയയിൽ ഏത് കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ഫുള്ളി കോഴ്സ് എടുക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. അതായത് ശരിക്കും ജോർജിയൻ ലാംഗ്വേജിന്റെ ആവശ്യം വരുന്നത് നമുക്ക് ക്ലിനിക്കൽസിന് ഒരു കൂടുതൽ ക്ലിനിക്കൽസ്, നോർമലി ഈ ഡോക്ടറുടെ കൂടെ നമ്മൾ പോകുന്നു, ഡോക്ടർ രോഗിയോട് സംസാരിക്കുന്നു, അത് ട്രാൻസ്ലേറ്റ് നമുക്ക് തരുന്നു. ഇപ്പം നമ്മൾ എന്താ വെച്ചാൽ കർണാടകയിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോകണമെങ്കിൽ ഹിന്ദി അറിയാത്ത ഒരു
ആളാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടർ ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്ത് തിരിച്ചു പറഞ്ഞു തരണ്ടേ? അതുപോലെ തന്നെയാണ്. അതുപോലെ അവിടെയുള്ള ഡോക്ടർ ട്രാൻസ്ലേറ്റ് ചെയ്ത് തിരിച്ചു പറഞ്ഞു തരും. അങ്ങനെയാണ് നമുക്ക് നോർമൽ ക്ലിനിക്കൽസ് കിട്ടുക. ഇത് പോരാ, എനിക്ക് കുറച്ചുകൂടെ ക്ലിനിക്കൽസ് കിട്ടണം, എനിക്ക് ബെറ്റർ ആയിട്ട് ക്ലിനിക്കൽസ് കിട്ടണം എന്നുള്ള ആൾക്കാർക്കാണ് അവിടെ ഭാഷ പഠിക്കേണ്ട ആവശ്യമുള്ളത്. കാരണം ഈ രോഗികളോട് നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഡോക്ടർ ഇല്ലാതെ രോഗികളായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഷ പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ MBBS കോഴ്സ് എൻ്റയർ കോഴ്സും ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാണ്. അപ്പോൾ എൻ്റയർ കോഴ്സ് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് എന്നുള്ള റൂള് ഓക്കെയാണ്. 54 months പ്ലസ് 12 months ഇന്റേൺഷിപ്പ് ഒക്കെയാണ്. രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെയാണ്. ജോർജിയൻ സിറ്റിസൺസിന് കൊടുക്കുന്ന അതേ രജിസ്ട്രേഷൻ ആണ് ഇന്ത്യൻ സിറ്റിസൺസിന് തരുന്നത്. NMC അറിയാം എല്ലാ രാജ്യങ്ങളും ലൈസൻസ് കൊടുക്കില്ല എന്നുള്ളത്. കാരണം ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് എല്ലാ രാജ്യങ്ങൾക്കും കൊടുക്കാൻ കഴിയില്ല. കാരണം MBBS കഴിഞ്ഞ ഡോക്ടർ ഭൂരിഭാഗം ഡെവലപ്ഡ് രാജ്യങ്ങളിലും MBBS കഴിഞ്ഞ ഡോക്ടർ ജൂനിയർ ഡോക്ടറാണ്. ഈവൻ UK വരെ അത് ജൂനിയർ ഡോക്ടറാണ്. UK നമ്മൾ എന്താണെന്ന് വെച്ചാൽ FI1 ഫൗണ്ടേഷൻ ഇയർ 1 ലും 2 ലും നമ്മൾ ജൂനിയർ ഡോക്ടറാണ്. അപ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ അങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ് അവർ രജിസ്റ്റേർഡ് ഓർ ലൈസൻസ്ഡ് എന്ന് പറഞ്ഞേക്കുന്നത്. ജോർജിയയിൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റൂളും ജോർജിയ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. ജോർജിയയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇന്ത്യൻ സ്റ്റുഡന്റ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? ജോർജിയയിൽ ഇതുവരെ ഇന്ത്യൻ സ്റ്റുഡൻസ് ആരും ഡോക്ടറായിട്ട് വർക്ക് ചെയ്തില്ല. പക്ഷേ ഈ കഴിഞ്ഞ ഇൻടേക്കിൽ ഇറങ്ങിയ കുട്ടികൾ അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഹോസ്പിറ്റലിലേക്ക് അപ്ലൈ ചെയ്ത സമയത്ത് അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കയറാം. പക്ഷെ അവർ പറഞ്ഞൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TRC ഞങ്ങൾ തരില്ല, TRC നിങ്ങളായിട്ട് പുറത്തുനിന്ന് എടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ആ കുട്ടി ഇപ്പോൾ അവിടെ കയറാൻ നോക്കുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്തില്ല, കയറില്ല. എൻ്റെ അറിവിൽ ജോർജിയയിൽ ഇതുവരെ എന്ത് ചെയ്തില്ല. പിന്നെ ശ്രീലങ്കൻ ഉണ്ടായിരുന്നു ഒരാൾ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കണതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതായത് 3rd ഇയറിലൊക്കെ ഞാൻ പറഞ്ഞില്ല, അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. മെഡിസിൻ കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഒരു കുട്ടി, ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ഒരു കുട്ടിയാണ് ഇപ്പോൾ ചോദിച്ചേക്കുന്നത്. ഹോസ്പിറ്റൽ ഓക്കെ പറഞ്ഞതാണ്, പക്ഷെ അവന് TRCയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കയറുന്നുണ്ടോ എന്നുള്ള കൺഫേം ചെയ്തിട്ടില്ല. നിങ്ങൾ അവിടുത്തെ കുട്ടികളുടെ ഹാബിറ്റ്സിനൊക്കെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് അവർക്ക് ജോർജിയയിൽ ഇപ്പം അപ്പാർട്ട് ഫ്രം സ്റ്റഡീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ക്ലൈമറ്റ് വൈസ് അവിടെയുള്ള ആക്ടിവിറ്റീസ്, ഫുഡിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ പറയുകയാണെങ്കിൽ